Hello friends, welcome back to our channel in this recipe. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം നിറച്ചതാണ്. കോഴിക്കോടിൻ്റെ സ്വന്തം പഴം നിറച്ചത്. പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. ഞാനിവിടെ ഈ ഒരു 4 പഴമാണ് എടുത്തിട്ടുള്ളത് പഴം നിറയ്ക്കാനായിട്ട്. അധികം പഴുക്കാത്ത പഴമാണ് കേട്ടോ ഇത്. ഒത്തിരി അങ്ങ് കറുത്ത് പഴുത്ത് പോവരുത്, എന്നാൽ നല്ലതായിട്ട് പഴുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ പഴത്തിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള നിറയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. നമ്മളെടുക്കുന്ന പഴത്തിനനുസരിച്ച് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. കൂടുതലായിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാനൊന്ന് ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യൊന്ന് മെൽട്ടായപ്പോൾ ഇതേപോലെ ബ്രോക്കൺ ആക്കിയിട്ടുള്ള കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തു. ചെറുതായിട്ട് ഗോൾഡൻ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പുളിയായി പോകും കേട്ടോ. സോ കുറച്ചെടുത്തിട്ടുണ്ട്, ഇത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ ഇതൊന്ന് വീർത്ത് വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഫില്ലിങ്സ് ആയിട്ടുള്ള കോക്കനട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റഡ് കോക്കനട്ട് ആണ്. അപ്പോൾ ഇത് വലിയ പീസായിട്ടാണ് കിടക്കുന്നതെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് ചെറുതാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് വേണമെങ്കിൽ ഗോൾഡൻ കളർ ആക്കി എടുക്കാം, പക്ഷെ നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ നന്നായിട്ട് അങ്ങ് ഡ്രൈ ആയി പോകും. സോ എനിക്കിഷ്ടം കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. സോ ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ ഇതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടിപൊളി സ്മെല്ലായിരിക്കും നെയ്യിൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്ക പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ല ഫ്ലേവർ ആയിരിക്കും വീട്ടിൽ തന്നെ ഇതേപോലെ പൊടിച്ചെടുത്ത് ചേർക്കുകയാണെങ്കിൽ കേട്ടോ. ഇനി അവസാനമായിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കാം. പഴത്തിനും ഈ ഇൻഗ്രീഡിയൻസിനൊക്കെ നല്ല മധുരമുള്ളതാണ്. സോ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഇതേപോലെ അവസാനം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അധികം മെൽറ്റ് ആവില്ല. സോ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. സോ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഴം നിറയ്ക്കാനായിട്ട് പോവാം. അപ്പോൾ പഴം നിറച്ച് കഴിയുമ്പോൾ വരുന്ന ഗ്യാപ്പിൽ നമുക്കൊരു പശ വെച്ചിട്ട് ഒട്ടിക്കണം. വേറെ ഒന്നുമല്ല, നമ്മുടെ മൈദ മാവ് വെച്ചിട്ടൊരു പശ റെഡിയാക്കിയിട്ട് അത് വെച്ചിട്ടങ്ങ് ഒട്ടിച്ചെടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ മാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ആയി പോകരുത്, ഒരു നുള്ള്, ആ മധുരത്തെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതി മാത്രം കേട്ടോ. ഇനി അല്പാൽപ്പായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്ത് ഒരു പശയുടെ പരുവത്തിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. വെള്ളം കൂടിപ്പോയാൽ ശരിയാവില്ല. സോ ഇതേപോലെ അങ്ങ് കട്ടിയിലുള്ള ഒരു മാവാക്കി എടുക്കാം. ഇപ്പോൾ ഇതേ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴം നിറയ്ക്കാൻ തുടങ്ങാം. പഴം എടുക്കുക, എന്നിട്ട് ഈ മിഡിൽ ഭാഗത്ത് മാത്രം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എൻഡിലേക്ക് കട്ട് ചെയ്യരുത് കേട്ടോ. അറ്റത്തേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ആയിട്ട് അത് ഫില്ലിങ്സ് ഒക്കെ പുറത്ത് വരും. സോ നടുക്ക് മാത്രം പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും വരഞ്ഞു കൊടുക്കാം. വലിയ പഴമൊക്കെ ആണെങ്കിൽ 4 സൈഡിൽ കട്ട് ചെയ്യാം, ചെറുതാണെങ്കിൽ 3 സൈഡിലോ 2 സൈഡിലോ ഒക്കെ മതി. എന്നിട്ട് ഇതേപോലെ കുറച്ച് ആഴത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്പൂൺ വെച്ചിട്ട് ഇതേ ഫില്ലിങ്സ് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്പൂൺ വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു പകുതി സമയം മതി എനിക്ക് കൈ വെച്ചിട്ട് ചെയ്യാൻ. കൈ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതേ സ്പൂൺ വെച്ചിട്ട് ഞാനിവിടെ ഒരെണ്ണം ഫില്ല് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇതേപോലെ മാക്സിമം അങ്ങ് നിറച്ചു കൊടുക്കുക. ഇനി കൈ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിൻ്റെ പകുതി സമയം മതി ചെയ്യാനായിട്ട്. ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരുകി വയ്ക്കാനായിട്ട് പറ്റും. തേങ്ങയും കാഷ്യൂനട്ടും ഒക്കെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്യാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഴത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇരിക്കും. ഇതേ രീതിയിൽ തന്നെ ഞാൻ എല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അവസാനം ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വെറുതെ കഴിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഉന്നക്കായ്ക്ക് ഉണ്ടാക്കാനായിട്ടും സെയിം ഫില്ലിങ് തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി 2 എൻഡും ഇതേപോലെ കട്ട് ചെയ്തിട്ട് പീൽ ചെയ്ത് അതിൻ്റെ തൊലി അങ്ങ് മാറ്റിക്കളയണം. സോ 2 സൈഡിലും ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫില്ലിങ്ങിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ പതിയെ ഇതേപോലെ അങ്ങ് ഇതിൻ്റെ തൊലി അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. സോ ഒത്തിരി പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ചെറുതായിട്ട് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇത് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണ ഉള്ളിലേക്ക് കുറേ അധികം കുടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുന്നത്. സോ എല്ലാ സൈഡും ഇതേപോലെ തന്നെ നമുക്ക് അങ്ങ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ച് ഞാൻ
ആണ് കുറച്ചുകൂടി പാടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ അങ്ങ് എല്ലാ സൈഡും കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ ഈ 4 ഉന്നക്കായും റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് പൊരിക്കാനായിട്ട് പോവാണ്. സോ സെയിം രീതിയിൽ തന്നെ എല്ലാം അങ്ങ് ചെയ്തെടുത്താൽ മാത്രം മതി. വളരെ എളുപ്പമല്ലേ. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പഴം നിറച്ച് പൊരിച്ചൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വട്ടമൊക്കെ ചെയ്തൊന്ന് നോക്കിക്കഴിയുമ്പോൾ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ 4 എണ്ണം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിം ആകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഈ ഉന്നക്കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പഴം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. സോ എടുക്കാൻ നേരത്ത് ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ടെടുക്കുക. അപ്പോൾ എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല. സോ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കളറിൽ അടിപൊളിയായിട്ടുള്ള പഴം നിറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇഫ്താറിന് അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ട് ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ 4 എണ്ണം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. 2 എണ്ണത്തിൻ്റെ ബാച്ചായിട്ടാണ് പൊരിച്ചത്. കാരണം എല്ലാം കൂടി കൺജസ്റ്റഡ് ആയിട്ട് പൊരിച്ചെടുക്കരുത് കേട്ടോ. എപ്പോഴും ഇങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വേണം പൊരിക്കാനായിട്ട്. ബാക്കി വന്ന ഈ ഒരു ഫില്ലിങ് ഞാൻ ഇതേപോലെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കമൻറ്റും ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. എൻജോയ് ലൈഫ്, എൻജോയ് കുക്കിംഗ്.